ഞാൻ തന്ന ഫയൽ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? സർ. എന്നാ അതുമായി എൻ്റെ ഓഫീസിലേക്ക് വരൂ. യെസ് സർ. ഈശ്വര, ഇന്നെൻ്റെ ജോലി പോവുമല്ലോ. ദൈവമേ, ഇത്രയും പെട്ടെന്നൊരു ഓട്ടോ കിട്ടിയിരുന്നെങ്കിൽ. ഓട്ടോ! ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? ഈ വാഹനത്തിലുള്ള എൻ്റെ അവസാനത്തെ യാത്ര. നാളെ ഈ ഔദ്യോഗിക വാഹനം ഉണ്ടാവില്ല. ആ ഫയല് മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തോണ്ടാണോ ഈ പിഴവ് പറ്റിയത്? ഒന്നും അറിയില്ല. ഓട്ടോ! ഓട്ടോ! DGP ഓഫീസിലേക്ക്. ACP ഫോൺ എടുക്കാത്ത എന്താ? വാട്ട്? ആ ഫയൽ കാണാനില്ലെന്നോ? എന്ത് ഉത്തരവാദിത്തമില്ലായ്മയോടോ താനീ പറയുന്നത്? ഒരു ഫയൽ സൂക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ താനൊക്കെ എന്തിനാണോ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ഫയലാ അത്. അതിവിടെ കിട്ടിയേ പറ്റൂ. ഇല്ലെങ്കിൽ താൻ ഈ യൂണിഫോം എന്നേക്കുമായി ഊരി വയ്ക്കേണ്ടി വരും. എന്താണോ തനിക്കൊരു മറുപടിയില്ലേ? സോറി സർ. ഇറങ്ങിപ്പോടോ. ഗെറ്റ് ഔട്ട്. ഡ്രൈവർ, വണ്ടി ആ ചായക്കടയിൽ നിർത്ത്. ഫയലില്ലാതെ DGP ഓഫീസിലേക്ക് പോയിട്ട് എന്ത് കാര്യം? പോവാതിരിക്കുന്നതും കുറ്റമല്ലേ? എന്താ ഇപ്പൊ ചെയ്യാ? ഒന്ന് സ്പീഡിൽ വിടാവോ ചേട്ടാ? ഒരു അത്യാവശ്യത്തിനാ. വേണ്ട, ചായ കുടിക്കാൻ മനസ്സ് വരുന്നില്ല.
DGPയോട് എന്ത് പറയും? ഒരു മറുപടിയും കിട്ടുന്നില്ലല്ലോ. മീനാക്ഷി, ACP മീനാക്ഷി, ACP ദാ ഫയല്. ഫയല് കിട്ടിയോ? എങ്ങനെ? ആ, അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഇപ്പോ DGP ഉള്ള മീറ്റിംഗ് നടക്കട്ടെ. താങ്ക് യു. എന്റെ മീനാക്ഷി, ഞാൻ ഇത്രയും നേരം അനുഭവിച്ച ടെൻഷൻ. അല്ല, ഞാൻ ഉറപ്പ് പറഞ്ഞതല്ലേ ഈ ഫയല് കണ്ടെത്തി തരുമെന്ന്. ആ, ദേ DGP സാർ. സോ എന്താ ACP മീറ്റിംഗിന് വരുന്നത്? വൈഫിനെയും കൂട്ടിയിട്ടാണോ? അതല്ല സർ, വീട്ടിൽ നിന്ന് പോന്നപ്പോ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി. ഈ ഫയല് അത് ഓർമ്മിച്ചെടുത്തോണ്ട് വന്നതാ മീനാക്ഷി. വെരി ഗുഡ്. ദേ, ഇതാണ് ഭാര്യ. ഇങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ. മീനാക്ഷിയെ പോലൊരു ഭാര്യയെ കിട്ടിയ കാർത്തിക്ക് ഭാഗ്യമുള്ളവനാ. തന്റെ ജീവിതത്തിൽ പരാജയങ്ങൾ അനുഭവിക്കേണ്ടി വരില്ല, വിജയങ്ങളെ ഉണ്ടാവും. മീറ്റിംഗുള്ള സമയമായി. വരൂ ACP. സർ. മീനാക്ഷി, എന്ത് ധൈര്യത്തിലാടി നീ ഇതൊക്കെ ഈ വീട്ടിൽ ചെയ്യുന്നേ? ആരടി നിനക്ക് സപ്പോർട്ട്? പറയടി. കാർത്തി ഇവളോട് കാണിക്കുന്ന ദയ ഇവള് മുതലെടുക്കുന്നത്. അതുടനെ അവസാനിക്കും. ഈ ഒറ്റ കാര്യം പറഞ്ഞാ മതി, അവന്റെ കൈ കൊണ്ട് തന്നെ നീ മരിക്കും. വേണ്ട വേണ്ടാന്ന് വെച്ച് ക്ഷമിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞ് ജയിലിൽ പോവരുതെന്ന് കരുതി തന്നെയാ. മനസ്സിലായോടി നിനക്ക്? എത്ര തല്ല് കിട്ടിയാലും ഇവൾക്ക് നാണം ഇല്ലല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. അതങ്ങനെയായി പോയി, പറയാൻ പറ്റില്ലല്ലോ. ഈ തറവാട്ടിലേക്ക് തന്നെ വന്ന് കയറിയല്ലോ ഈ നാശം പിടിച്ചവള്. വിവാഹമോചനം കിട്ടണമെന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ നിന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കാത്തത്. ഈ നില ഇനിയും തുടർന്നാൽ നിന്നെ ഞാൻ മുൻകൈയെടുത്ത് പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കും. നീ കാണിച്ച കൊള്ളരുതായിക മുഴുവൻ ഞാൻ ആദ്യം പോലീസിലും പിന്നെ കോടതിയിലും തെളിയിക്കും. എങ്ങനെയും ഡിവോഴ്സ് നേടിയെടുക്കാൻ ഞങ്ങൾക്കറിയാടി. അതുകൊണ്ട് ഒരു പെണ്ണല്ലേന്ന് കരുതി ഒരു വട്ടം കൂടി ഞാൻ ക്ഷമിക്കുന്നു. ദേ, ഇനിയും വെളച്ചിലെടുത്താൽ നിന്റെ അന്ത്യം എന്നാകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ദേ, ഒരു കാര്യം നീ ഓർത്തോ, ഇനി നിനക്ക് ചുറ്റും ഞങ്ങളുടെ എല്ലാ കണ്ണുകളുണ്ടായിരിക്കും. കാട്ടിലെ മൃഗങ്ങൾ കടുവ ഇറങ്ങുമ്പോ വിജിലന്റ് ആകുന്നത് പോലെ നിന്റെ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും വിജിലന്റ് ആയിരിക്കും.
പോയി കിടന്ന് ഉറങ്ങിക്കോ ചെയ്യേട്ടാ. കേൾക്കുമ്പോ തന്നെ അറിയാം ഉടായിപ്പാണെന്ന്. അമ്മയ്ക്ക് അച്ഛൻ ഇവിടെ ഇരിക്കുന്നത് സന്തോഷമാണെന്ന് ഏത് പൊട്ടനും അറിയാൻ പാടില്ലാത്തത്. സാർ നമസ്കാരം. എന്തുകൊണ്ട് വിശേഷം? ഒരു രജിസ്റ്റേർഡ് കത്തുണ്ട്. ഇവിടെ അല്ലേ? ഇവിടെ. ഓക്കെ, ശരി. ഓൾ കേരള മ്യൂറൽ പെയിന്റിംഗ് കോർപ്പറേഷൻ. ദേവി, അമ്മേ, ദേവി, അമ്മേ, അച്ഛാ, ദേവി, മോളെ മീനാക്ഷി, എവിടെ എല്ലാവരും? എന്താ മോനെ, എന്താ നീ ഇങ്ങനെ കിടന്ന് അലറുന്നത്? ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. ദേവി മീനാക്ഷി കൂടി ഇങ്ങോട്ട് വരട്ടെ. ഇയാൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കൂന്ന്? ആർക്കറിയാം? ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ പറ മോനെ. നന്ദിനി മീനാക്ഷി വന്നോളൂ. ആ എന്താ പറയ ചേട്ടാ, വേഗം പറയച്ച. ഓൾ കേരള മ്യൂറൽ ഫാബ്രിക് പെയിന്റിംഗ് കോർപ്പറേഷന്റെ സംഘാടകർ അയച്ച കത്താണിത്. സസ്പെൻസിൽ നിർത്താതെ ഒന്ന് പറയച്ച. അവന്റെ മുഖത്ത് സന്തോഷം കാണുമ്പോ അറിയില്ലേ ഗുഡ് ന്യൂസ് പോസിറ്റീവ് ആണെന്ന്. എന്നാലും അതൊന്നും അറിയണ്ടേ? ആ, പെയിന്റിംഗ് കോമ്പറ്റീഷന്റെ ആദ്യ റൗണ്ടിലേക്ക് ദേവിക്കും മീനാക്ഷിക്കും സെലക്ഷൻ. എന്റെ ദൈവമേ, മോളെ. കൺഗ്രാറ്റ്സ് അമ്മേ. കൺഗ്രാചുലേഷൻസ് എനിക്കല്ല, നിനക്കും കൂടി ഉള്ളതാ. അപ്പൊ നമുക്കില്ലേ സെലക്ഷൻ? മറ്റൊരു ന്യൂസ് കൂടി അറിയാനുണ്ട്. അതും ഒരു സർപ്രൈസ് തന്നെയാ. ഈ മ്യൂറൽ ഫാബ്രിക് പെയിന്റിംഗ് മത്സരത്തിലേക്ക് ഈ വീട്ടിൽ നിന്നും 2 പേരും കൂടെ പങ്കെടുത്തിരുന്നു. അതായത് ഈ വീട്ടിൽ ഇനിയും ഉണ്ടോ ചിത്രരചന വശമുള്ള പ്രതിഭാശാലികൾ? ഏതായാലും അവർക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പങ്കെടുത്തത് മറ്റാരുമല്ല, മാലതിയും മൈഥിലിയും. പെയിന്റ് ഒഴിച്ച് കുളമാക്കി വെച്ച ആ കൊറിയർ അയച്ചിട്ടും ഇവളുമാർക്ക് എങ്ങനെ സെലക്ഷൻ കിട്ടി? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഇവര് പങ്കെടുത്ത കാര്യം എന്താ നമ്മളോട് പറഞ്ഞില്ല? അവര് പാളയത്തിലെ പടയാളികളാ. കൂട്ടത്തിൽ നിന്ന് കുതികാല് വെട്ടുകയും ഒറ്റുകയും ചെയ്യുന്ന ശത്രുക്കള്. തള്ള പൊരിക്കാൻ തുടങ്ങി. പേടിക്കണ്ട. ആ, ഗൂഢാലോചനക്കാരെ ഒന്നിങ്ങ് വന്നേ. ദേ, ആ മൈഥിലി എന്ന് പറയുന്നവൾ ഇവിടെ വരണ്ട. അവള് ഞാനോട് യാതൊരു ബന്ധവുമില്ല. എന്തായാലും മാലതി എന്റെ മരുമകളാണല്ലോ. നീ വന്നാ മതി. അമ്മേ, മാലതി ഒന്നിങ്ങ് വന്നേ. ഒരേ വീട്ടിൽ ഒരുമിച്ച് താമസിക്കുന്നവരാ. എന്നിട്ടും എന്താ നിനക്കൊരു ഒളിച്ചുകളി? അല്ല, അമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ പറയാതിരുന്നേ. ഓ, സർപ്രൈസ്. മനസ്സിലായോ രാജലക്ഷ്മി സർപ്രൈസിന്റെ അർത്ഥം? മനസ്സിലായി കൈമളേട്ടാ.
അവളുടെ ഒരു സർപ്രൈസ്. സാഹചര്യങ്ങൾ മാറി മറിയുമ്പോ ഓന്തിനേക്കാളും വേഗത്തിലാ ചില മനുഷ്യരുടെ സ്വഭാവം മാറുന്നത്. ദേ, നിന്റെ ഈ പുതിയ ചങ്ങാത്തം നിന്റെ നാശത്തിനാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇത്രയും ചീപ്പായ ഒരു എക്സാമ്പിള് എനിക്ക് പറയാൻ പറ്റിയതല്ലെങ്കിലും പറഞ്ഞല്ലേ പറ്റൂ. ഈനാം പേച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. ഏതായാലും ഒരു വലിയ കോമ്പറ്റീഷൻ ഉറപ്പായ സ്ഥിതിക്ക് ഈ മത്സരത്തിൽ ജയിക്കുന്നത് ആരായാലും അവർക്ക് എന്റെ വക ഒരു സമ്മാനം. അപ്പോ വരാൻ പോകുന്നത് നമ്മൾ തമ്മിലുള്ളൊരു മത്സരം. അതെന്താ അങ്ങനെ സംഭവിച്ചത്? അതിനൊരിക്കലും സെലക്ഷൻ കിട്ടാൻ വഴിയില്ലല്ലോ. പെയിന്റ് കലക്കി ഒഴിച്ച് വൃത്തിയോടാക്കിയ ഒരു സാരിയല്ലേ ഞാൻ ആ പാക്കറ്റിൽ വെച്ചത്. നീ ഏതാണ്ടൊക്കെ തകർക്കും കോളമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? അവർക്ക് സെലക്ഷൻ ആയല്ലോ. അത് തന്നെയാ ഞാനും ആലോചിക്കുന്നത്. പെയിന്റ് തളിച്ച് കോളമാക്കിയ ഒരു സാരിയാ അവരയക്കാൻ വെച്ച പാക്കറ്റിൽ ഞാൻ മാറി തിരികെയത്. പിന്നെന്താ ഇങ്ങനെ സംഭവിച്ചെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. നീയും ഞാനുമായിട്ടുള്ള മത്സരം എന്നാ മീനാക്ഷി പറഞ്ഞത്. മീനാക്ഷിയുടെ കൂടെയുള്ളത് നന്ദിനിയെടുത്തിയാ. ചതിക്കാതെ ജയിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാലും അവരെങ്ങനെ ഈ റൗണ്ട് മറികടന്നു എന്നാ ഞാൻ ആലോചിക്കുന്നത്. നീ മനസ്സിൽ കണ്ടപ്പോ അവര് മാനത്ത് കണ്ടു കാണും. അതാ അവരുടെ അടുത്ത് അടവുകളൊന്നും ഏക്കില്ല. എന്താണ് രണ്ടുപേരും ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നത്? എനിക്ക് ഞെട്ടലൊന്നുമില്ല. ദേ, ഇവക്ക് നല്ല ഞെട്ടലുണ്ട്. ഞെട്ടലിന്റെ കാര്യം എനിക്ക് മനസ്സിലായി. അമ്മയും ഞാനും അടങ്ങുന്ന ടീമിന് എങ്ങനെ സെലക്ഷൻ കിട്ടിയെന്നാ നീ ആലോചിക്കുന്നത്. അല്ലേ? നിങ്ങളുടെ കൂടെയൊക്കെ ജീവിക്കുമ്പോ പലതും മുൻകൂട്ടി കാണാതെ വയ്യല്ലോ. കാരണം പട്ടുതുണികൾ അണിഞ്ഞ ചെന്നായ്ക്കളാണല്ലോ നിങ്ങള്. മീനാക്ഷി, ആലോചിച്ച് തല പോയിക്കണ്ട. എന്താ ഉണ്ടായതെന്ന് ഞാൻ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്? അവരിത് ചെയ്യുമെന്ന് എനിക്കറിയാം. എന്നാലും ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മേ, മാലതി ചെറിയമ്മയ്ക്കും ആ മൈഥിലിക്കും മ്യൂറൽ പെയിന്റിംഗ് ഒന്നും അറിയില്ല. കഴിവില്ലാത്തവര് ചതിയിലൂടെ കയറിപ്പറ്റാൻ നോക്കും. അതാ ഇപ്പൊ ഇവിടെ നടന്നത്. നമ്മളിവിടെ കരുതി ജീവിച്ചില്ലെങ്കിലേ ഇവരെ അകപ്പെടുത്തി കളയും. അത്രയ്ക്ക് ദുഷ്ട മനസ്സാ ഇവരുടേത്. ആ, ഏതായാലും നമ്മൾ അയക്കാൻ പ്ലാൻ ചെയ്ത ഒറിജിനൽ സാരി വെക്കാം. ഇന്നിനി ഇതിവിടെ വയ്ക്കണ്ട, കൈയോടെ അയച്ചേക്കാം. വാ.
എന്താ രണ്ടുപേരും തുറച്ചു നോക്കുന്നത്? പാര പണിയുമ്പോ അതാർക്കിട്ടാണെന്ന് ആദ്യം ആലോചിക്കണം. ഞങ്ങളുടെ അടുത്തൊന്നും നിന്റെയൊക്കെ ഒരു തറ വേലയും ഏൽക്കില്ല.